ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ കേട്ടോ, വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ. പിന്നെന്താ, കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. ഇന്ന് ഞാൻ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം എനിക്ക് കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താൻ മാത്രമുള്ള ലെങ്ത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസത്തെ, അതായത് ഇന്നത്തെയും കൂടെ വീഡിയോ എടുത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ദിവസത്തെ വീഡിയോ ആയിട്ട് ഇന്നത്തെ ദിവസത്തെ വീഡിയോ കാണാമല്ലേ. വരൂ. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മനു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളിയാഴ്ചത്തെയാണ് കേട്ടോ. മനു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ വെള്ളിയാഴ്ചത്തല്ല, വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അവ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ വിശേഷം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പുറത്ത് പോണത് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നൊരു ദിവസം പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ പോകണം എന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നു, അങ്ങനെ പോയിട്ടുള്ളതായതിനെ. അപ്പോൾ അതേ മനുവിന് സ്കൂളിലുള്ളതുകൊണ്ട് അവൻ പോരുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റം അടിച്ചു വാരിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേക്കും എന്തായാലും വഴുകും. ഒരു 5 മണിയൊക്കെ ആവും കേട്ടോ. 5 മണിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ക്ഷീണമാണ്. പിന്നെ നമ്മൾ മുറ്റത്തിലുള്ള പരിപാടിക്കൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഭക്ഷണത്തിനുള്ള പരിപാടികൾ അങ്ങനെയുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ വേറെ ഒന്നിനും തിരിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങോട്ട് അടിച്ചു വാരിയിട്ടിട്ട് അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞു എന്നുള്ളത് സമാധാനിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് ചമ്മലയും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. കടലാസുകളാണ് മെയിനായിട്ട് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് കടലാസുകൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇടുന്നതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും വിചാരിക്കേണ്ടേ. ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ. അവരുടെ വിക്രസുകളാണ് ഈ കടലാസിൻ്റെ പരിപാടികളൊക്കെ കേട്ടോ. എന്നിട്ട് നേരെ അതങ്ങോട്ട് മുറ്റത്തേക്കാണ് ഇവരെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ, സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇടലാണ് ഇവിടെ സ്ഥിരം പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അപ്പോസ് ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ചെറിയൊരു ജലദോഷം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജലദോഷമല്ല, മൂക്കടപ്പ് പോലെ കേട്ടോ. അപ്പോൾ നമ്മളിനി കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ചൂടത്ത് യാത്ര ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് അവനെ രാവിലെ കുളിപ്പിക്കുന്നില്ല, വൈകുന്നേരം വന്നിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് മുടിയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലയിൽ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ എന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റെഡി ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം അപ്പൂസിനെ എടുത്തുകൊണ്ടാണ് പോണത് കേട്ടോ. ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നടക്കാണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോണതാണ്. അപ്പോൾ അങ്ങനെ ഏട്ടൻ അവനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു 10 മണി പൂവ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഈ 10 മണി ചെടികളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്, ഇങ്ങനെ ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ബസ് സ്റ്റാൻഡിലെത്തിയിട്ടോ. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് പിന്നെ നമ്മൾ അടുത്ത ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ബസ്സിൽ കയറിയാൽ ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. ഉറക്കം വന്ന് എങ്ങാനും ഉറങ്ങുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നീറ്റ് നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ടോ. ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മൊബൈൽ കേസ് വാങ്ങാനാണ് കേട്ടോ. ഫോണിന് കേസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി, പക്ഷേ കിട്ടിയില്ല. നമ്മളിനി അവിടെ എവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് നേരെ ടൗണിലൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു.
അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ടയും ബീഫുമാണ്. അതുപോലെ ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്ന ചോറാണ് കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ ചോറും അതിൽ കറിയും ഉപ്പേരിയും അവിയലും പായസം ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ, പപ്പടമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരികെ പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് വൈകുന്നേരം നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മനുവിന് കൊടുത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പൂസിന് വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിക്കുന്ന സമയത്തൊക്കെ അപ്പൂസിന് കൊടുത്തു നോക്കിയിട്ട്, പക്ഷെ അവന് വേണ്ട, അവന് കഴിക്കണില്ല കേട്ടോ. അവന് അങ്ങനെ കഴിക്കാറൊന്നുമില്ല, അവന് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അവന് പായസവും പപ്പടം കൂട്ടിയിട്ടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതേ ഇഷ്ടമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടേ പിന്നെ അവന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മനുവിന് ബീഫൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൊറോട്ട നമ്മൾ ഇവിടെ എത്തിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് വിട്ടും പോയി. എന്നിട്ട് ലാസ്റ്റ് വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ അവൻ വന്നതിന് ശേഷം ബ്രെഡൊക്കെ വാങ്ങിച്ചു. അങ്ങനെയാണ് കേട്ടോ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൊറോട്ട അവിടെ നിന്ന് വാങ്ങിക്കേണ്ട, അവിടെ നിന്ന് ചൂടോടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് എന്തായി, അപ്പൂസ് ഈ സ്കൂൾ വിടുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ വിടുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസും പിന്നെ എന്താണ് പറയുക, ഒരു ബോണ്ട മരത്തൊരു പലഹാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. പക്ഷേ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അവൻ ഇവിടെ വന്നതിന് ശേഷം ബ്രെഡൊക്കെ വാങ്ങിയിട്ട് അവൻ ബീഫും ബ്രെഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അത് അങ്ങനെ അന്നത്തെ വീഡിയോയും വിശേഷങ്ങളും അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ ഇന്നത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫോണിലൊന്നും അധികം നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റത് ഞാൻ കുറേ വീഡിയോസൊക്കെ രാത്രി കാണുകയും അങ്ങനെ പിന്നെ വാട്സപ്പിൽ നിൽക്കുക അങ്ങനെയൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ കിടക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. പക്ഷേ രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നീറ്റു, രാവിലെ നേരത്തെ നീറ്റു. അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീരുന്നുണ്ട് കേട്ടോ. രാവിലെ ഞാൻ നേരത്തെ സത്യത്തിൽ നീക്കാറൊന്നുമില്ല, നല്ല സാധാരണ നീക്കാറൊന്നുമില്ല കേട്ടോ. നേരത്തെ നീക്കേണ്ട ആവശ്യം വരണമെന്നില്ല. ആവശ്യമുള്ള എന്നാണെന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങോട്ട് നീക്കും, അത്രേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ മനുവിനും 9:30 ആകുമ്പോൾ ഇവിടുന്ന് പോയാൽ മതി കേട്ടോ. അപ്പോൾ അധികം അർജൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തിയും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചെറുപയർ തേങ്ങ അരച്ച് ജീരകവും ഉള്ളിയും കൂടെ ചേർത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ ചപ്പാത്തി കഴിക്കാത്ത അപ്പൂസ് ഇന്ന് എന്തോ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിക്കലും അരിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ അതിന് ശേഷം ഞാനത് ചന്ദനം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്ന് നോക്കുന്ന സമയത്ത് രക്തചന്ദനമാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം പീസ് ഇവിടെ ഉണ്ട് കേട്ടോ. പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ. അത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്, ഞാൻ അത് കൊണ്ടുവന്നതാണ് കേട്ടോ. ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ അത് ഞാൻ അന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പണ്ടേ എൻ്റെ അടുത്തുണ്ടായിരുന്നു അത് കേട്ടോ. അമ്മമ്മേൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നതാണ് അത്. അപ്പോൾ അത് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അന്ന് മുതൽ കേട്ടോ. ആ ഒരു രക്തചന്ദനത്തിൻ്റെ ആ ഒരു കഷ്ണം മാത്രം കേട്ടോ. പിന്നെ വേറെ ഉണ്ടായിരുന്നു സാധാ ചന്ദനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ ചാലിച്ചിട്ട് കല്ലിൽ അലക്കണ കല്ല്, അതായത് കരിങ്കല്ലില്ലേ, ആ കല്ലിൽ കൊണ്ടുപോയിട്ട് ഉരച്ചിട്ട് അത് ഞാനൊരു എന്താ പറയുക മരുന്ന് കൊടുക്കണ ബോട്ടിലേന്ന് മരുന്ന് കൊടുക്കണ ആ പാത്രമില്ലേ അളവിൻ്റെ, അതിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് ആവശ്യത്തിന് ഇങ്ങനെ ചാലിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് ചാലിച്ച് വൃത്തിയാക്കി ഒരു പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള പരിപാടികളാണ്. ഞാനിത് ഇഡ്ഡലിക്ക് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉഴുന്ന് തീർന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്ന് അങ്ങനെ പിന്നെ ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വൻപയറില്ലേ, ഞങ്ങളിവിടെ മമ്പയർ എന്നാണ് പറയണത് കേട്ടോ. വൻപയറിന് മമ്പയർ എന്നാണ് പറയണത്. അപ്പോൾ അതും ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കുക്കറിൽ 4-5 വിസിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർ നമ്മൾ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക വാട്ടിയതും അതുപോലെ ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതൊരു വിസിലും കൂടെ അടിച്ചെടുക്കാനുണ്ടായിട്ടോ. ഞാൻ ഇങ്ങനെ കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്കയും ഒപ്പിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക ലാസ്റ്റ് ഒന്നല്ല ഇട്ട് കൊടുക്കണേ. നമ്മൾ സാധാരണ അടുപ്പത്താണ് വെക്കണതെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഈ രീതിയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ, കുക്കറിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ, സജിന എന്ന് പറയുന്ന ആളുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. അതിലും കുറച്ചേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ദേ ഇവിടെ പണികൾ കുറച്ചും കൂടെ ഒക്കെ തീരാനുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ അപ്പൂസ്. ദേ അതിനിടയ്ക്ക് അവൻ വീഴാൻ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ സൈക്കിളും അതും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേ ഒരു 3 മണിക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. 3 മണിക്ക് ഇത് ഞാൻ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പുല്ല് പറിച്ച് മതിയായതാണ് കേട്ടോ. ഇത് തീർത്താലും തീരാത്തൊരു പണിയായിട്ടുള്ളൊരു സംഭവങ്ങളാണ് ഇത് പുല്ല് പറിക്കണത്. ഇതാണെങ്കിൽ വലിയ പുല്ല് പോലെയൊന്നും അല്ല കേട്ടോ. ഇത് പെട്ടെന്ന് പറിച്ചാലും അങ്ങോട്ട് തീരുമില്ല, അങ്ങനത്തെ ഒരു സൈസ് പുല്ലുകളാണ്. ഇതിങ്ങനെ നിലത്തോട് പറ്റി ചേർന്ന് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നിറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കൈ വേദനിക്കും, നമ്മളിത് പറിച്ച് കൈ വേദനിക്കും കേട്ടോ. നിറയെ ഉണ്ടായിരിക്കും കേട്ടോ. കുറച്ച് പെട്ടെന്ന് പറിച്ചാൽ തീരില്ല. ഞാനിപ്പോൾ ഈ ഒരു പീസ്, ചെറിയൊരു പീസ് കേട്ടോ, ഈ ഇറയത്തുനിന്ന് വെള്ളം വീഴുന്ന ആ ഒരു പീസ് പറിച്ച് കഴിഞ്ഞപ്പോഴേക്ക് 4:45 5 മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. 3 മണിക്ക് തുടങ്ങിയതാണ്. ഇത് തീരണില്ല, കണ്ടില്ലേ? ഇത് ഇപ്പോൾ ഇത്രയും എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അവനോട് ഫോണും കൊണ്ട് വാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർജിലിട്ടതായിരുന്നു ഫോൺ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പൂസ് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല, അവന് കളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ ഏട്ടനുള്ള സമയത്തൊന്നും അവൻ ഉറങ്ങില്ല കേട്ടോ. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഉറങ്ങുമെന്നല്ലാതെ ഇപ്പോൾ അവൻ്റെ ഉറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏട്ടനുണ്ട് എന്നുണ്ടെങ്കിൽ തീരെ അവൻ ഉറങ്ങില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുല്ല് പറിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ കുറച്ച് കഴിഞ്ഞ് ആ ഒരു ടൈമിലായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മധുരം വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നമ്മൾ കാത്തുക്കൊന്നുമില്ല കേട്ടോ. ആൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനാരും കാത്തുക്കൊന്നും വേണ്ട, ഉണ്ടാക്കാനും ആൾ വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ അങ്ങോട്ട് പോയതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചായയും കൂടി ഉണ്ടാക്കിക്കോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ കഴിഞ്ഞിട്ടേ ഇന്ന് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടില്ലേ, ഉണ്ണിയപ്പം പരിപാടിയിലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴയൊന്ന് പെയ്തേ. അപ്പോൾ ഈ പുല്ലൊന്നും എനിക്ക് വാരിയിടാനുള്ള ഒഴിവും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പറിച്ചതൊക്കെ അവിടെ തന്നെ കിടക്കണുണ്ട്. ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറിച്ച പുല്ലുകളാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ നിർത്തി പോകുന്നതായിരുന്നു. പിന്നെ മനു കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. എള്ളെണ്ണ കഴിഞ്ഞിരിക്കണം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അപ്പൂസ് ഇങ്ങനെ അതും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവനാണ് പൈസ കൊടുക്കുന്ന ആളെ. അപ്പോൾ അങ്ങനെ അവൻ പോയിട്ട് എള്ളെണ്ണ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ അപ്പൂസിൻ്റെ ലാപ്ടോപ്പിലിടാൻ ബാറ്ററിയും വേണം കേട്ടോ. അപ്പോൾ അതിനും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ. അപ്പോൾ അവൻ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് തരട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം വേണ്ടിയിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്ര വരെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.